ഹലോ എവരി വൺ, ഷാഡോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ സോളിഡ് സ്റ്റേറ്റ് ആണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ക്ലാസ്. ഷാഡോസ് കെം ഈസ് ട്രൈ. ഈ ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ സോളിഡ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ 8ാം ക്ലാസ് മുതൽ തന്നെ സോളിഡ്സിനെ കുറിച്ച് പഠിച്ചു വരികയാണ്. അവരുടെ ചില പ്രോപ്പർട്ടീസ് നമുക്കറിയാമല്ലേ? ഏതൊക്കെയാണവ? ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ദേ ഹാവ് ഡെഫിനിറ്റ് വോളിയം, the intermolecular force of attraction between the constant particles is so much strong, they are incompressible. സോ ഇതെല്ലാം തന്നെ നമുക്ക് അവരെ കുറിച്ച് അറിയാവുന്ന അവരുടെ ചില പ്രോപ്പർട്ടീസ് ആണ്. ഈ സോളിഡ്സിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് അവരുടെ ക്ലാസിഫിക്കേഷൻ ആണ്. വി ക്യാൻ ക്ലാസിഫൈ സോളിഡ്സ് ഇൻ ടു ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ അവരെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ സോളിഡ്സ് they can be classified into crystalline and amorphous. സോ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ അവരെ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലാസിഫൈ ചെയ്യുവാനായിട്ട് പോകുന്നത്. എന്താണ് ക്രിസ്റ്റലൈൻ, എന്താണ് അമോർഫസ് എന്ന് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഒരു കല്ല് കൺസിഡർ ചെയ്യുക, അതുപോലെ ഒരു റബ്ബറും കൺസിഡർ ചെയ്യുക. ഇവ രണ്ടുപേരും തന്നെ സോളിഡ്സ് ആണ്. പക്ഷെ രണ്ടുപേരും കാണാൻ ഒരുപോലെയാണോ? അവരുടെ പ്രോപ്പർട്ടീസ് ഒരുപോലെയാണോ? അതുപോലെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നവർ. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ എടുത്തു നോക്കിയാൽ, ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ഇറ്റ് ക്യാൻ ബി എയ്തർ ദി ആറ്റംസ് ഓർ ദ മോളിക്യൂൾസ് ഓർ ദി അയൺസ്. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അവരുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. ഒരു പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കാണുവാനായിട്ട് സാധിക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് an amorphous solid, ആ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ റെഗുലർ ആയിരിക്കില്ല. They have an irregular arrangement of the corresponding constituent particles. For example, ഒരു മാർച്ചിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ലൈൻ, ആ ലൈൻ എന്ന് സങ്കല്പിക്കുക രണ്ട് രീതിയിൽ. ഒന്ന്, പട്ടാളക്കാർ, ആർമിയിലുള്ള ആളുകൾ മാർച്ചിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്, ലൈനായിട്ട് നിൽക്കുകയാണ്. അതേപോലെ നമ്മൾ നിൽക്കുകയാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ആസ് യൂഷ്വൽ, വിതൗട്ട് എനി ബയാസസ്, ആ പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, ആ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓർഡേർഡ് ആയിരിക്കും, ഒരു വെൽ ഡിഫൈൻഡ് ഓർഡേർഡ് ആയിരിക്കും, ആസ് വി നോ. അതേസമയം നമ്മളാണ് നിൽക്കുന്നതെങ്കിലോ, നമ്മൾ ഓർഡർ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കും, പക്ഷെ അത് കംപ്ലീറ്റ് പെർഫെക്റ്റ് 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ നമുക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം നമ്മളിൽ പല പല മിസ്മാച്ചുകളും ഉണ്ടാവാം, പലരുടെയും പൊസിഷൻ മാറിയിട്ടുണ്ടാവാം, നിൽക്കുന്ന സ്റ്റൈല് മാറാം. സോ ഇതാണ് വ്യത്യാസം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലൈക്ക് ദാറ്റ്, പട്ടാളക്കാരെ പോലെ, they have a well defined arrangement of constituent particles, whereas the amorphous solids doesn't have such an arrangement. So ഇത് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ, crystalline solids have a long range order. അതിന്റെ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അവരെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുക. അതേസമയം അമോർഫസ് സോളിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു അറേഞ്ച്മെന്റ് വളരെ ഷോർട്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ചെറിയൊരു പാർട്ട് മാത്രം കറക്റ്റ് ഓർഡർ ആയിരിക്കും, അപ്പോഴേക്കും ഓർഡർ മാറിയിട്ടുണ്ടാവും. സോ ദേ ഹാവ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ. സോ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ ഓഫ് പാർട്ടിക്കിൾസ്, whereas the amorphous solids have short range order. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ സോളിഡ്സ് നമ്മൾ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആ കട്ട് ചെയ്ത ആ ഒരു പ്രതലം, ആ ഒരു സർഫസ് എങ്ങനെ കിട്ടുന്നു എന്നതിനനുസരിച്ച് നമുക്ക് ഇവരെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ആ കട്ട് ചെയ്ത പാർട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ആപ്പിൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ആ കട്ട് ചെയ്ത സ്ഥലം നല്ല സ്മൂത്ത് സർഫസ് ആയിട്ടാണല്ലോ കാണപ്പെടുക. അതിന്റെ സ്മൂത്ത് ആയിട്ട് കാണപ്പെടുന്നവരെ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതേസമയം കട്ട് ചെയ്ത പോർഷൻ സ്മൂത്ത് അല്ലാതെ ഇറഗുലർ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അമോർഫസ് സോളിഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുകയല്ല, ജസ്റ്റ് ബ്രേക്ക് ചെയ്യാണ്. ഇത് തന്നെ കട്ട് ചെയ്താണ് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക. ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ആ പാർട്ട് നോക്കുമ്പോൾ ഇതിപ്പോ സ്മൂത്ത് അല്ല,
ഈ രണ്ട് സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് അല്ല. സ്മൂത്ത് അല്ലെങ്കിൽ നമുക്ക് അതിന് അമോർഫസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ചോക്ക് അമോർഫസ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ കട്ട് ചെയ്തതാണ് കറക്റ്റ് സ്മൂത്ത് സർഫസ് എനിക്ക് ഇവിടെ കിട്ടിയേനെ. അതേപോലെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇറഗുലർ ആയിട്ട് സ്മൂത്ത് അല്ലാത്ത സർഫസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അവരെ പറയുന്ന പേരാണ് എന്ത്? അമോർഫസ് സോളിഡ്സ്. സോ അവരുടെ ക്ലീവേജ് പ്രോപ്പർട്ടി എന്താ നമ്മൾ പറയാ? ഇവിടെ സ്മൂത്ത് സർഫസ് ആണ് നമുക്ക് കിട്ടുക ക്ലീവ് ചെയ്താൽ. പക്ഷെ അവിടെ നമ്മൾ ക്ലീവ് ചെയ്താലോ, അവിടെ നമ്മൾ കട്ട് ചെയ്താലോ സ്മൂത്ത് സർഫസ് കിട്ടുകയില്ല. സോ ഇതാണ് ഇവർ തമ്മിലുള്ള അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്. മെൽറ്റിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ വെൽ ഡിഫൈൻഡ് മെൽറ്റിംഗ് പോയിന്റ്, എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് ചോദിച്ചാൽ നമ്മൾ എത്ര പറയും? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും, ആണല്ലോ. എന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ ഐസ് എന്താകും? വാട്ടർ ആയിട്ട് മാറും, മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അത് ഐസിന്റെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതേ തന്നെ ഞാനിപ്പോ ഇങ്ങനെയാണ് പറയുന്നത്, ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാലുള്ള അർത്ഥം ഈ ടെമ്പറേച്ചറിൽ പതിയെയാണ് ഐസ് എന്തായിട്ട് മാറുക? വെള്ളമായിട്ട് മാറുക എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ സാധിക്കുകയില്ല? ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അവിടെ ഒരു റേഞ്ചാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫ്രം 0 to 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു റേഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എന്തില്ല? ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. സോ അതുപോലെയാണ് ഇവിടെയും all the crystalline solids have a sharp melting point, whereas the amorphous solids doesn't have a sharp melting point. They melt with a range of temperature. ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് അവർ എന്താവുക? മെൽറ്റ് ആവുക. സോ our crystalline solids have sharp melting point. They have a sharp melting point, whereas the amorphous solids have a range of temperature for melting. They have a range of temperature. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്രിസ്റ്റലൈൻ എന്നും അതിനെ അമോർഫസ് എന്നും പറയുന്നത്. ദെൻ ഇവരുടെ അടുത്തൊരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അനൈസോട്രോപിക് നേച്ചർ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫിഗർ 1.2 ആൻഡ് 1.1. ആ രണ്ട് ഫിഗർ ഒന്ന് നോക്കിക്കോളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എടുത്താൽ അവരിൽ ലോങ് റേഞ്ച് ഓർഡർ ആണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടുള്ള ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവരുടെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ടെൻസൈൽ സ്ട്രെങ്ത്, ഇങ്ങനെ അവരുടെ പല പല പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഒരു ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആയിരിക്കില്ല മറ്റൊരു ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുക. ഫോർ എക്സാമ്പിൾ ഇതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്ന് കൺസിഡർ ചെയ്യുക എങ്കിൽ ഞാൻ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുകയാണ്. ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്തതെന്ന് വിചാരിക്കുക. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കില്ല ഞാൻ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ കിട്ടുക. അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കില്ല ഞാൻ വേറൊരു രീതിയിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുക. സോ ഫോർ എ ക്രിസ്റ്റലൈൻ സോളിഡ് the same property will have different values along different directions. നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ആ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് എന്ത് വരും? മാറ്റം വരും. അതുകൊണ്ടാണ് they are known as anisotropic in nature. Anisotropic in nature. Whereas amorphous solids എടുത്താൽ they doesn't have a regular shape. So നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു. സോ അവിടെ റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ല ഉള്ളത്, ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്താലും ശരി ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വൺസിലേക്ക് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വാല്യൂ കിട്ടിയോ അതേ വാല്യൂ ആയിരിക്കും ഞാൻ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോഴും കിട്ടുക. സെയിം വാല്യൂ ആയിരിക്കും ഞാൻ വേറെ ഏത് രീതിയിൽ മെഷർ ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുക. വിച്ച് മീൻസ് ദേ ആർ ഐസോട്രോപിക് ഇൻ നേച്ചർ. സോ amorphous solids are isotropic, whereas the crystalline solids are anisotropic in nature. So they are anisotropic and they are isotropic in nature. So ഇവരുടെ അനൈസോട്രോപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവരുടെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, അതായത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ നോക്കുകയാണെങ്കിൽ once again the crystalline solids have a definite enthalpy of fusion, whereas the amorphous solids doesn't have a definite enthalpy of fusion. Already enthalpy of fusion എന്താണെന്നുള്ളത് നമ്മൾ പ്ലസ് 1 പഠിച്ചു കഴിഞ്ഞതാണ്. So crystalline solids have a definite enthalpy of fusion, whereas the amorphous solids doesn't have a
definite enthalpy of fusion. So definite enthalpy of fusion, they doesn't have a definite enthalpy of fusion. അവിടെ ഒരു enthalpy of fusion ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവുകയില്ല. ഇതാണ് അവിടെ അടുത്ത നേച്ചർ എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ റെഗുലർ ഷേപ്പ്. അവർക്കൊരു റെഗുലർ ഷേപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി വരച്ചു കാണിച്ചു കഴിഞ്ഞു. Crystalline solids have a regular shape, whereas the amorphous solids doesn't have a regular shape. So they have regular shape, but the amorphous solids doesn't have a regular shape, which means they have an irregular shape. അവർക്കുള്ളതൊരു irregular ആയിട്ടുള്ള ഷേപ്പ് ആണ്. And finally, ഇത്രയും ഡീറ്റെയിൽസിനെ സമ്മപ്പ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്, വേറസ് ദി അമോർഫസ് സോളിഡ്സ് ആർ സ്യൂഡോ സോളിഡ്സ്. സ്യൂഡോ മീൻസ് false, so they are false solids, pseudo solids, or in other way they are also known as super cooled liquids. They are also known as super cooled liquids. So our crystalline solids are true solids, whereas the amorphous solids are pseudo solids or super cooled liquids. So ഇതാണ് ഇവിടെ ഇനീഷ്യൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Solids can be classified into crystalline solids and as well as amorphous solids, and അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലുള്ള വേരിയേഷൻസ് കൂടി നമ്മൾ നോക്കി. എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെച്ചോളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന എല്ലാ മെറ്റൽസും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അയൺ, സോഡിയം, മെഗ്നീഷ്യം, കാൽഷ്യം എന്ന് പറഞ്ഞ എല്ലാ മെറ്റൽസും ക്രിസ്റ്റലൈൻ ആണ്. അതുപോലെ നോൺ മെറ്റൽ, സൾഫർ, ഫോസ്ഫറസ്, അങ്ങനെ പറയുന്നവരെല്ലാവരും തന്നെ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇനി കോമ്പൗണ്ട്സ്, മോളിക്യൂൾസ് ആയിട്ട് എടുത്ത് നോക്കിയാലോ, സോഡിയം ക്ലോറൈഡ് അതായത് ഉപ്പ്, കാഡ്മിയം സൾഫൈഡ്, സിങ്ക് സൾഫൈഡ്, ഇവരെല്ലാവരും തന്നെ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇനി നമ്മൾ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾസ് നോക്കിയാലോ, ഗ്ലാസ്, റബ്ബർ, ഇവരെല്ലാവരും തന്നെ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ക്വാർട്സ്, ഫോർ എക്സാമ്പിൾ ഈ പഴയ വീടുകളുടെ പണ്ടത്തെ വളരെ പണ്ടത്തെ വീടുകളുടെ ജനാലം നമ്മൾ നോക്കിയാൽ, വിൻഡോസ് നമ്മൾ നോക്കിയാൽ എന്ത് കാണാൻ സാധിക്കും? മോൾ ഭാഗം, ടോപ്പ് ഭാഗം കുറച്ച് നൈസ് ആയിട്ടുണ്ടാവും, കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് തിന്നായിട്ടുണ്ടാവും. ആൻഡ് ദി ബോട്ടം സൈഡ് എന്തായിട്ടുണ്ടാവും? കുറച്ച് തിക്ക് ആയിട്ടുണ്ടാവും. കാരണം എന്താണ്? ആ ഗ്ലാസ് മുകളിൽ നിന്നും ഒഴുകി 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 താഴെ വരികയാണ്. സോ മുകളിലുള്ള ഗ്ലാസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പതിയെ 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 എവിടേക്ക് വരികയാണ്? താഴോട്ടേക്ക് വരികയാണ്. ആൻഡ് വി നോ ദാറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. പിന്നെ എങ്ങനെ അത് ഫ്ലോ ചെയ്തു? ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫ്ലൂയിഡ് ആയിരിക്കണം. ഏതായത് ലിക്വിഡ് ഓർ എ ഗ്യാസ്. ഫ്ലൂയിഡ്സിന് മാത്രമേ ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു കഴിവുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളൂ. എന്നിട്ട് ഈ സോളിഡ് എങ്ങനെ ഫ്ലോ ചെയ്തു? സോ ദാറ്റ്സ് വാട്ട്സ് നോൺ ആസ് ദെയർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓർ സ്യൂഡോ സോളിഡ്സ്. ആ ഒരു ട്രൂ ആയിട്ടുള്ള സോളിഡ്സ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. മേ ബി അങ്ങനെയും എക്സാമിന് ചോദിക്കാം. സോ ഈ രണ്ട് കാറ്റഗറി നന്നായിട്ട് അറിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ തന്നെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്ത് നോക്കാം.